രാഹുൽ ഗാന്ധി ഇപ്പോൾ അമേരിക്കയിൽ സന്ദർശനം നടത്തുന്നു. അപ്പോൾ ഇന്ത്യ വിരുദ്ധ പ്രസ്താവനകൾ നടത്തിയ ഇൽഹാൻ ഒമറുമായി കൂടിക്കാഴ്ച നടത്തിയെന്നത് സംബന്ധിച്ചുള്ള വാർത്തകളും പുറത്തേക്ക് വരുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇന്ത്യക്ക് വിരുദ്ധരായ ആളുകളുമായിട്ടൊക്കെ ചെന്ന് കൂടിക്കാഴ്ച നടത്തുന്നു. ചൈനയാണ് ഉൽപ്പാദന രംഗത്ത് വലിയ നേട്ടം കൈവരിച്ചതെന്ന് പറയുന്നു. എന്താണ് രാഹുൽ ഗാന്ധി ഇതൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഈ രാഹുൽ ഗാന്ധി നേരത്തെ മുതൽ ഇന്ത്യ വിരുദ്ധനാണ്. അങ്ങനെ ഈ പറയുന്നതിൽ എനിക്ക് യാതൊരു അത്ഭുതവും തോന്നിയില്ല. മറ്റുള്ളവർക്ക് അത്ഭുതം തോന്നുന്നു എന്നുള്ളതാണ് എൻ്റെ അത്ഭുതം. ഇയാൾ പണ്ടേ ഇന്ത്യ വിരുദ്ധനാണ്. അയാൾ ഇന്ത്യൻ പൗരൻ പോലും അല്ല. അയാൾക്ക് ഇന്ത്യയോട് യാതൊരു മമതയുമില്ല. ഭാരതം മുടിഞ്ഞ കഷ്ണങ്ങളായിട്ട് പോകണം എന്ന് ആഗ്രഹിക്കുന്നതാണ്. അതാണ് പുള്ളി യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റേറ്റ് ഓരോ യൂണിയനാണ്, അത് തമ്മിലുള്ള ട്രേഡ് യൂണിയൻ പോലത്തെ സംവിധാനമാണെന്നൊക്കെ പറഞ്ഞ് പല വ്യാഖ്യാനങ്ങളൊക്കെ കൊടുക്കുന്നത്. ഇത് വിഘടിച്ച് പോകണം എന്ന് ആഗ്രഹിക്കുന്നു അദ്ദേഹം. അതിനായിട്ടുള്ള നമ്പറുകൾ ഇറക്കുന്നു. അത് ജാതിയുടെ പേരിൽ, ഭാഷയുടെ പേരിൽ, പ്രദേശത്തിൻ്റെ പേരിൽ, എന്തിൻ്റെ എല്ലാം പേരിൽ വിഘടനവാദം നടത്താമോ അതെല്ലാം രാഹുൽ ഗാന്ധി നടത്തിക്കൊണ്ടിരിക്കുന്നു. എനിക്കതിൽ അത്ഭുതമില്ല. അത് ഇവിടെയും ചെയ്യുന്നുണ്ട്, പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. തൊഴിലില്ലായ്മ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു രാജ്യമെന്നാണ് ചൈന. ഇപ്പോൾ പുറത്ത് ഒടുവിൽ വന്ന വാർത്തകൾ. എന്നിട്ട് അതേ ചൈന ഉൽപ്പാദന രംഗത്ത് വലിയ കുതിച്ചുചാട്ടം നടത്തുന്നു. ഇന്ത്യ പക്ഷേ തൊഴിലില്ലായ്മ കൊണ്ട് വീർപ്പ് മുട്ടുന്നു. മറ്റൊരു രാജ്യത്തെ എന്നിരുന്നിട്ട് ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് എന്ന പദവി വഹിക്കുന്ന ആൾക്ക് പറയാൻ പറ്റിയ കാര്യമാണത്. മറ്റൊരു രാജ്യത്ത് പോയിട്ട് നിങ്ങൾക്ക് പറയാം, ഭരണകൂടത്തെ നിങ്ങൾക്ക് വിമർശിക്കാം. അത് മോദിയും ചെയ്തിട്ടുണ്ട്. മോദി അമേരിക്കയിൽ പോയി ഇന്ത്യൻ ഡയസ്പൊറയെ അഭിസംബോധന ചെയ്യുമ്പോൾ 2014 വരെ ഇന്ത്യയിൽ കറപ്ഷൻ ഭീകരമായിരുന്നു, വിലക്കയറ്റം ഭീകരമായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അത് കോൺഗ്രസിനെ കുറ്റപ്പെടുത്തിയാണ്, വിദേശത്ത് വെച്ചാണ് പറയുന്നത്. പക്ഷേ ഈ രാഹുൽ ഗാന്ധിക്ക് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, രാഹുൽ ഗാന്ധി ഭരണകൂടത്തെ അല്ല വിമർശിക്കുന്നത്, ഇന്ത്യ എന്ന ആശയത്തെ വിമർശിക്കുന്നു. അതാണ് ഈ സിഖുകാർക്ക് തലപ്പാവ് കെട്ടാൻ സ്വാതന്ത്ര്യമില്ല എന്നൊക്കെയുള്ള പച്ചക്കള്ളങ്ങൾ തട്ടിവിടുന്നത്. ഈ ഭാരതത്തെയാണ് എതിർക്കുന്നത്, ഭരണകൂടത്തെ അല്ല. നരേന്ദ്രമോദി ഭരണകൂടത്തെ വിമർശിച്ചു, പഴയ ഭരണകൂടത്തെ വിമർശിച്ചു, അതിൽ തെറ്റില്ല. കാരണം അടിയന്തരാവസ്ഥ കാലത്ത് അമേരിക്കയിലും ഇംഗ്ലണ്ടിലുമൊക്കെ ഇതേ അന്ന് ജനസംഘമാണ് BJPക്കാർ. അവർ വ്യാപകമായ പ്രചരണം ഇന്ദിരാഗാന്ധിക്കെതിരെ നടത്തിയിരുന്നു. അപ്പോൾ മറ്റൊരു രാജ്യത്ത് പോയിട്ട് ഇവിടുത്തെ ഭരണകൂടത്തെ കുറ്റം പറയുന്നതിൽ കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഇവിടുത്തെ ജനതയെ, ഈ ദേശത്തെ കുറ്റം പറയരുത്. രാഹുൽ ഗാന്ധി അങ്ങോട്ട് കടക്കുന്നു എന്നുള്ളതിന് അതിനുവേണ്ടി എന്ത് കളവും പറയുന്നു. ചൈനയ്ക്ക് വലിയ തലവേദനയാണ് അൺഎംപ്ലോയ്മെൻറ്റ്. പക്ഷേ അവിടെ അൺഎംപ്ലോയ്മെൻറ്റ് ഇല്ല എന്ന് രാഹുൽ ഗാന്ധി പറയുന്നു. അതോടെ അദ്ദേഹത്തിൻ്റെ വിശ്വാസ്യതയാണ് നശിക്കുന്നത്. വേറെ വലിയ ദോഷമൊന്നും വരുന്നില്ല. അദ്ദേഹം വിചാരിക്കുന്നു ഇങ്ങനെയൊക്കെ പറയുന്നതിലൂടെ ഇന്ത്യയിൽ ചലനമുണ്ടാകും. ഇന്ത്യയിൽ ഇങ്ങനെ ചെയ്യും നോക്ക്. റെയിൽവേ എംപ്ലോയീസിനെ പോയി കണ്ടിട്ട് അവരുമായിട്ട് സംസാരിക്കുന്നു. അവർക്ക് ശമ്പളം കിട്ടുന്നുണ്ടോ? കിട്ടുന്നുണ്ട്. കിട്ടുന്നത് തികയുന്നുണ്ടോ? ആരെങ്കിലും പറയും കിട്ടുന്ന ശമ്പളം തികയുമെന്ന്? തികയുന്നില്ല. അത് റീലാക്കിയിട്ട് സോഷ്യൽ മീഡിയയിൽ ഇറക്കി വിടുക. അതേസമയം ട്രെയിൻ മനഃപൂർവ്വം മറിച്ചിടാനായിട്ട് ഗ്യാസ് സിലിണ്ടർ വയ്ക്കുക, ഇതുപോലത്തേക്കുള്ള ഭീകരപ്രവർത്തനം നടക്കുന്നു. അതിനെപ്പറ്റി ഒരു അക്ഷരം അദ്ദേഹം മിണ്ടുന്നുമില്ല. എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരവസരത്തിൽ എവിടെയെങ്കിലും വെച്ച് രാഹുൽ ഗാന്ധി ഈ തീവ്രവാദ പ്രവർത്തനത്തെപ്പറ്റി സംസാരിക്കുന്നത് കേട്ടിട്ടുണ്ടോ? ഒരുപാട് വിഷയങ്ങൾ ഒരുപാട് വർഷങ്ങൾ സംസാരിക്കുമ്പോൾ എവിടെയെങ്കിലും ഒരു തവണ ആ വിഷയവും വരണ്ടേ? വന്നിട്ടില്ല. അത് മനഃപൂർവ്വം ഒഴിവാക്കും അദ്ദേഹം. അപ്പം എന്നിട്ട് ഈ ഹിന്ദു സമാജത്തിനെതിരായിട്ട് ജാതി, അത് തലപ്പാവ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ അറ്റാക്ക് ചെയ്തുകൊണ്ടിരിക്കും. അതാണിപ്പോൾ സംഭവിക്കുന്നത്. ഇത് ഇദ്ദേഹത്തിൽ നിന്ന് ഞാൻ പ്രതീക്ഷിച്ചിരുന്നു. പ്രതീക്ഷിക്കാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അത്ഭുതമൊക്കെ തോന്നിയെന്ന് വരാം. ഈ സിഖ് വംശത്തെക്കുറിച്ചൊരു പരാമർശം നടത്തുമ്പോൾ ഒരു കേന്ദ്രമന്ത്രി തന്നെ ഒരു മറുപടി പറയണം. 1984 ഇവിടെ എന്താ ഉണ്ടായത്? സിഖുകാർക്ക് ഷേവ് ചെയ്തിട്ട് അല്ലെങ്കിൽ തലപ്പാവ് ഒഴിവാക്കിയിട്ടൊക്കെ കഴിയേണ്ട ഒരു കാലം വന്നു. അപ്പോൾ ഇന്ദിരാഗാന്ധിയുടെ മരണത്തെ തുടർന്നുണ്ടായ സംഭവമൊന്നും രാഹുൽ മറക്കരുത് എന്നാണ് പറഞ്ഞത്. അല്ല, രാഹുൽ മറക്കരുതെന്ന് പറഞ്ഞാൽ രാഹുലിന് എന്ത് പ്രായമുണ്ട്? അയാൾക്ക് ഓർമ്മയുണ്ടെങ്കിലല്ലേ മറക്കാൻ പറ്റുള്ളൂ. ഞാൻ ആ സമയത്ത് മഹാരാഷ്ട്രയിലായിരുന്നു ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ടപ്പോൾ. അവിടെ സിഖുകാർ വളരെ കുറവാണ്. വർക്ക് സൈറ്റിൽ ഉണ്ട് 4-5 പേരേ ഉള്ളൂ. ഒരാൾ ഞാൻ ഭക്ഷണം കഴിക്കുന്ന ടെമ്പററി ഹോട്ടലുകളാണ്, ഓലമേഞ്ഞ ഹോട്ടൽസാണ്. അപ്പോൾ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോഴാണ് ഉച്ച നേരത്ത്
രാവിലെ ഈ സംഭവം നടന്നു. അന്ന് ടി വി ഒന്നുമില്ലല്ലോ, സോഷ്യൽ മീഡിയയിലോ ഒന്നുമില്ല. ഇത് അറിഞ്ഞ് പരന്നൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഒരു 12:30 മണിയായി. റേഡിയോയിലൂടെ ആയിരിക്കും അറിയുന്നത് അല്ലേ? എങ്ങനെ അറിഞ്ഞു എന്ന് എനിക്കറിയില്ല. പക്ഷേ അറിഞ്ഞിട്ട് ഈ സർദാർജി ഓടി ഈ കടയ്ക്കകത്ത് വരുന്നു. മലയാളിയാണ് കട നടത്തുന്നത്, ഇന്ന മാതിരിയാണ് സംഭവം എന്ന് പറയുന്നു. അപ്പോൾ ഞങ്ങൾ അക്ഷോഭ്യരായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങൾ താടിയൊന്നും മടിക്കേണ്ട, ആ തലപ്പാവ് എടുത്ത് മടക്കി ഭദ്രമായിട്ട്. അപ്പോൾ ഹോട്ടൽ മാനേജർ പറഞ്ഞു, അതെന്നെ ഏൽപ്പിക്കും, അതെൻ്റെ മേശയ്ക്കകത്ത് ഇരുന്നോളും, എന്നിട്ട് നിങ്ങൾ സന്തോഷമായിട്ട്. സർദാർജി കഷണ്ടിയുമായിരുന്നു, അതുകൊണ്ട് മുടി നീട്ടി വളർത്തി എന്ന് അറിയാൻ പറ്റില്ല. താടി പിന്നെ സർദാർജിക്ക് മാത്രമല്ല, അല്ലാത്തവർക്കും താടിയുണ്ട്. അങ്ങനെ എന്നാൽ അവിടെ ആരും സർദാർജി അന്വേഷിച്ച് വന്നുമില്ല ആ ഭാഗത്തുനിന്ന്. അത് മഹാരാഷ്ട്രയുടെ വളരെ ഇൻറ്റീരിയർ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. പിന്നീടാണ് പത്രങ്ങളിലൂടെ അറിയുന്നത് ഡൽഹിയിൽ ഇങ്ങനെ വലിയ പ്രശ്നമുണ്ടായി, മുംബൈയിലുണ്ടായി, പല സ്ഥലത്തും സിഖുകാരെ കൂട്ടക്കൊല ചെയ്തു. അത് വല്ലാത്ത ചെയ്ത്താണ് ചെയ്തത്. അത് സമാനമായ ചെയ്ത്ത് മഹാത്മാഗാന്ധി മരിച്ചു കഴിഞ്ഞപ്പോൾ മഹാത്മാഗാന്ധിയെ കൊന്നില്ല, ഗോഡ്സെയുടെ ജാതി ചിത്പവൻ ബ്രാഹ്മിൻസ് അവരെ ഇതുപോലെ അറുത്തു കൊന്നു. അവരുടെ കട തല്ലിപ്പൊളിച്ചു, അവരുടെ കൃഷി നശിപ്പിച്ചു. ഇതൊക്കെ കോൺഗ്രസ്സുകാരുടെ സ്ഥിരം പരിപാടിയാണ്. തെരഞ്ഞുപിടിച്ച് ആക്രമിക്കുന്നു, തെരഞ്ഞുപിടിച്ച് ആ ജാതി നോക്കി ആക്രമിക്കും. സിഖുകാരെ മുഴുവൻ ആക്രമിക്കുക. ഇത് ചിത്പവൻ ബ്രാഹ്മണനാണ്, ചിത്പവൻ ബ്രാഹ്മണന്മാരെ മുഴുവൻ ആക്രമിക്കുക. അവർ കൂടുതലും പൂനെ കോൺസെൻട്രേറ്റഡ് ആയിരുന്നു, പൂനെ നാസിക് ആ ഭാഗത്തായിരുന്നു. അവിടെയാണ് ഏറ്റവും അധികം നാശനഷ്ടം ഉണ്ടായത്. രാജീവ് ഗാന്ധി കൊല്ലപ്പെട്ട് കഴിഞ്ഞപ്പോൾ തമിഴന്മാരെ കൊല്ലാനും കോൺഗ്രസിൻ്റെ തീരുമാനമുണ്ടായിരുന്നു. അത് നടക്കാതെ പോയത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ, അന്ന് ചന്ദ്രശേഖറാണ് പ്രൈം മിനിസ്റ്റർ, സീനിയർ മോസ്റ്റ് മന്ത്രി സുബ്രഹ്മണ്യൻ സ്വാമി. സുബ്രഹ്മണ്യൻ സ്വാമിയുമായിട്ട് സുബ്രഹ്മണ്യൻ സ്വാമി സ്വയം ഒരു തമിഴനുമാണ്. അപ്പോൾ ഇവർ ഡൽഹിയിൽ തമിഴന്മാർ കൂട്ടമായിട്ട് താമസിക്കുന്ന കോളനികളുണ്ട്, ഏരിയയുണ്ട്. മനഃപൂർവ്വമല്ല, ഒരു തമിഴൻ പോയി കഴിഞ്ഞാൽ ആ ഏരിയയിൽ ഫ്ലാറ്റ് കിട്ടുമോ എന്ന് നോക്കും. കാരണം തമിഴ് അന്തരീക്ഷം, തമിഴ് റെസ്റ്റോറൻറ്റ്, തമിഴ് പലഹാരങ്ങൾ ഇതൊക്കെ കിട്ടുമല്ലോ. അങ്ങനെ അവരുടെ ഒരു ഏരിയ ആയിട്ട് മാറി. ബാക്കിയുള്ളവരുണ്ട് കേട്ടോ, എന്നാലും പ്രിഡോമിനൻ്റ്ലി തമിഴന്മാർ. ഇവരെ ടാർഗറ്റ് ചെയ്യുന്നുള്ളത് ഉറപ്പായിരുന്നു. അന്ന് പട്ടാളത്തെ ഡൽഹിയിൽ ഇറക്കി ഷൂട്ട് അറ്റ് സൈറ്റ് ഓർഡർ കൊടുത്തു. ആര് പുറത്തിറങ്ങി കഴിഞ്ഞാലും വെടിവെച്ചില്ല. മൈക്കിൽ ജീപ്പിൽ അനൗൺസ് ചെയ്തു ഡൽഹി മൊത്തം ഷൂട്ട് അറ്റ് സൈറ്റ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഓരോറ്റ തമിഴിനെ തൊടാൻ ആർക്കും ധൈര്യം ഉണ്ടായില്ല. അതാണ് ആ 2 പേരുടെ ടീം, ചന്ദ്രശേഖർ സുബ്രഹ്മണ്യൻ സ്വാമി ടീം ചെയ്തത്. അവർക്ക് വലിയ ഭൂരിപക്ഷമോ സംഗതിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് അവരത് ബോൾഡായിട്ടങ്ങ് ചെയ്തു. തെരഞ്ഞെടുപ്പിൻ്റെ സമയമാണ്, കെയർടേക്കർ സർക്കാരാണ്. പക്ഷേ ബോൾഡായിട്ട് പട്ടാളത്തെ വിളിച്ചിട്ട് പട്ടാളത്തെ കൊണ്ട് ഷൂട്ട് അറ്റ് സൈറ്റ് പ്രഖ്യാപിച്ചു. ആ തമിഴ് ഏരിയയിലൊക്കെ പട്ടാളം കാവൽ നിന്നു. ഒരു തമിഴിനെ കൊല്ലാൻ സാധിച്ചില്ല. അല്ലെങ്കിൽ കോൺഗ്രസ്സുകാരെന്ന് തമിഴന്മാരെ കൊന്നേനെ, അവരുടെ കൂട്ടത്തിലുള്ള തമിഴന്മാരെ പോലും കൊന്നു കളഞ്ഞേനെ. എനിക്ക് വലിയ പ്രയാസം തോന്നി. ഒരിക്കൽ ഈ ശ്രീലങ്കയിൽ വെച്ച് രാജീവ് ഗാന്ധിയെ ഒരാൾ തല്ലിയില്ല, തോക്കിൻ്റെ പാത്തി വെച്ച് ഗാർഡ് ഓഫ് ഓണർ കൊടുക്കുമ്പോൾ. അന്ന് മുതൽ തമിഴന്മാർ കേന്ദ്ര സർക്കാരിൻ്റെ ടാർഗറ്റാണ്. നമ്മളിതറിയുന്നില്ല. ഇപ്പം ഞാൻ അന്ന് ഒറീസയിൽ ജോലി ചെയ്യുന്നു. രാജീവ് ഗാന്ധി എന്തോ ഒരു കുന്തം ഉദ്ഘാടനത്തിന് അവിടെ വരുന്നു. എല്ലാവർക്കും സർക്കുലർ പോകുന്നു. ആ സർക്കുലറിൽ എനിക്ക് തന്ന സർക്കുലർ, എൻ്റെ കമ്പനിയുടെ ചാർജ് ഞാനായിരുന്നു, റെസിഡൻറ്റ് മാനേജറായിട്ട്. എനിക്ക് തന്ന സർക്കുലർ, നിങ്ങളുടെ എംപ്ലോയീസിൽ തമിഴന്മാരുണ്ടെങ്കിൽ നാളെ അവരെ സൈറ്റിൽ പ്രവേശിപ്പിക്കരുത്, തമിഴല്ലാത്തവർക്ക് പ്രവേശിക്കാം. ഞാൻ ആ കുഴപ്പത്തിൽ ഞാൻ ഓഫീസിന് അവധി പ്രഖ്യാപിച്ചു, കാരണം കൂടാതെ. കാരണം എൻ്റെ ഓഫീസിൽ ഒരേ ഒരു തമിഴനേ ഉള്ളൂ. അയാളെ മാത്രം സൈറ്റിൽ വരണ്ട, ബാക്കിയുള്ളവർ വന്നോളൂ എന്ന് പറഞ്ഞാൽ അയാൾക്കുണ്ടാകുന്ന പ്രയാസം എത്രയായിരിക്കും. അതുകൊണ്ട് ഞാൻ അവധി പ്രഖ്യാപിച്ചു. എന്നിട്ട് ഞാൻ ഒറ്റയ്ക്ക് പോയി. ചടങ്ങാണല്ലോ പ്രധാനമന്ത്രി. അപ്പോൾ അതിൽ കണ്ടില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് റോളൊന്നുമില്ല, സ്റ്റേജിലുമല്ല, സദസ്സിലാണ്. പക്ഷേ ആളെണ്ണം. അപ്പോൾ എന്നെ അവർ വിളിച്ചു ചോദിച്ചു, ഇതെന്താ സംഭവം? ഞാൻ പറഞ്ഞു, സാർ ഇങ്ങനെയാണ്, നിങ്ങളുടെ അന്യായമായ സർക്കുലറാണ്, ഇത് പുറത്തറിഞ്ഞു കഴിഞ്ഞാൽ മോശമാണ്, എക്സ്പ്ലോസീവാണ്. ഞാനതുകൊണ്ട് പുറത്താരെ അറിയിച്ചില്ല, എൻ്റെ ഹെഡ് ഓഫീസിനും പോലും അറിയിച്ചില്ല. ഇങ്ങനെ അല്ലാതെ എനിക്ക് സിറ്റുവേഷൻ മാനേജ് ചെയ്യാൻ പറ്റില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ചെയ്തതാണ്. അവരാലോചിച്ചിട്ട് പറഞ്ഞു, യെസ് യു ആർ റൈറ്റ്, ഇറ്റ് ഈസ് ഔട്ട്റേജിയസ്.
കാരണം നമ്മൾ ഭാരതത്തിനുള്ളിൽ തമിഴിനെ മാറ്റി നിർത്തണം എന്ന് പറയുന്ന ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. അങ്ങനെയൊക്കെ ചെയ്തു കോൺഗ്രസ്. അത് കഴിഞ്ഞിട്ടും LTT ഇദ്ദേഹത്തെ കൊന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ കുറ്റം തമിഴന്മാരുടെ തലയിൽ വെച്ചു. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ കൊന്നത് തമിഴന്മാരാണ്. ഭാഷയുടെ പേരിൽ അവരെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് അവരെ മുഴുവൻ, എന്നിട്ട് എന്തൊക്കെയാണ് അവരെ സപ്പോർട്ട് ചെയ്യാൻ DMK ഇറങ്ങി, അപ്പോൾ അവർക്കെതിരായിട്ട് ADMK ഇറങ്ങി. ഇങ്ങനെയുള്ള കുഴപ്പങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് അറിയില്ല. അന്ന് ഇയാൾ കൊച്ചു പയ്യനാണെന്ന് ഈ സംഭവമൊക്കെ നടക്കുമ്പോൾ. ഇയാൾക്ക് എന്തറിയാമെന്നാണ്? ഇന്ത്യൻ ഹിസ്റ്ററിയെ പറ്റി ഒരു നോളജും ആ മനുഷ്യനില്ല. ഹാർവാർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ വെച്ചിട്ടാണ് തട്ടുന്നത്. ഈ അമേരിക്കയിലെ ജനങ്ങളുടെ മുമ്പിൽ ഈ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ അവിടുത്തെ ജനങ്ങൾക്ക് ഇതറിയാമല്ലോ. അപ്പോൾ ഇയാൾ എന്തൊരു പൊള്ളയായ കാര്യങ്ങളാണ് പറയുന്നത്, ഇയാൾ കള്ളനാണ് എന്ന് പറഞ്ഞാൽ നാണം കെടുകയല്ലേ ചെയ്യുന്നത്? ഇല്ല, അങ്ങനൊരു നാണക്കേടില്ല. അതല്ലേ, അത് മാനേജ് ചെയ്യാൻ പുള്ളിയുടെ കൂട്ടത്തിലുള്ളവർക്ക് അറിയാം. ഈ ബംഗ്ലാദേശി പത്രപ്രവർത്തകൻ മുഷ്ഫിഖുൽ ഫസനുമായിട്ടും ഒരു കൂടിക്കാഴ്ച നടത്തി. അതിനകത്തും ഒരു ദുരൂഹത. ആരുമായിട്ടും അദ്ദേഹം കാണും. ഇന്ത്യ വിരുദ്ധരായ ആരുമായിട്ടും കാണും. അപ്പോൾ അമേരിക്കയും മനസ്സിലാക്കുന്നുണ്ട് ഇന്ത്യ വിരുദ്ധം നിലപാട് സ്വീകരിക്കുന്ന ഒരു പ്രതിപക്ഷ നേതാവാണ് ഈ രാഹുൽ ഗാന്ധി എന്ന്. പിന്നെ തീർച്ചയായിട്ടും മനസ്സിലാക്കുന്നുണ്ട്. എന്തായാലും ഈ രാഹുൽ ഗാന്ധിയുടെ സന്ദർശനം എത്രത്തോളം ഇങ്ങനെ ഈ രീതിയിൽ മുന്നോട്ട് പോകുന്നുള്ളത് നമുക്ക് കാത്തിരുന്നതാണ്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.